ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അശ്വിനും ശ്രുതിനെ എല്ലാവരും ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പറ, നിങ്ങൾ എന്തിനാ ഇങ്ങനത്തെ ഒരു തീരുമാനം എടുത്തത്? പറ ശ്രുതി, പറ അശ്വിൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇവർ വായ തുറക്കുന്നേ ഇല്ല. ശേഷം അഞ്ജലി ചോദിക്കുന്നുണ്ട്, കുഞ്ഞ, ഞാൻ നിന്നോടാ ചോദിച്ചത്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ തീരുമാനം എടുത്തതെന്ന്. നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളോട് പറയാം, ഞങ്ങൾ കല്യാണം നടത്തരാതിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പിന്നെ നിങ്ങൾ എന്തിനാ ഇപ്പം തന്നെ കല്യാണം കഴിച്ചെന്ന് ചോദിക്കുമ്പോൾ, ചേച്ചി ഇതിനുള്ള മറുപടി ഞാൻ ചേച്ചി പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് തോന്നി അപ്പം ഞാൻ അങ്ങനെ ചെയ്തു, അത്ര തന്നെ എന്ന് പറഞ്ഞിട്ട് അശ്വിൻ മുകളിലേക്ക് കയറി പോവാണ്. ശ്രുതി അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന പോലെ ആലോചിക്കാണ്ട് അശ്വൻ മുകളിലേക്ക് കയറി പോട്ടെ. അതിനുശേഷം അശ്വൻ പോയി കഴിയുമ്പോഴേക്കും ശ്രുതിനെ എല്ലാവരും കൂടിയിട്ട് ഇത് പൊരിക്കുകയാണ്. എല്ലാവരും എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ അമ്മായിയും അമ്മയും അതുപോലെ തന്നെ മനോരമയും കൂടിയിട്ടാട്ടോ. മനോരമ ഇങ്ങനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട്. നീ എന്നാലും പുളിങ്ങുമ്പോൾ തന്നെ ഇപ്പോൾ കയറി പിടിച്ചലോടി പെണ്ണേ, നിൻ്റെ ചേച്ചിനെ നൈസായിട്ട് നീ ഇവിടെ ആദ്യം എൻ്റെ മോൻ്റെ തലയിൽ കെട്ടിവെച്ചു. അത് കഴിഞ്ഞിട്ട് കുഞ്ഞനെ മണിയടിച്ച് കയ്യിലാക്കിയിട്ട് നീ അവനെയും സ്വന്തമാക്കി. ഭയങ്കര തന്നെ, ഈ ബുദ്ധിയൊക്കെ നിനക്ക് ആരോ ഉപദേശിച്ചു തരുന്നത്, നിൻ്റെ അമ്മയാണോ അമ്മായിയാണോ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ പൊളിശ്രുതിക്ക് തിരിച്ച് പ്രതികരിക്കാൻ പറ്റുന്നില്ല. എന്നാലും കുഞ്ഞിനെ ഇവളെ കയ്യിലെടുക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അഞ്ജലി ബേബി. ഭയങ്കരം തന്നെ. ഇപ്പോൾ കുഞ്ഞിനപ്പോൾ ലാവണ്യ ബേബിനെ ഉപേക്ഷിച്ചതിന് കാരണം ഇവളാണ്. ഇവൾ അവരുടെ ഇടയിൽ നിന്നിട്ട് എന്തൊക്കെയോ ചെയ്തിട്ടാണ് ലാവണ്യ ബേബിനെ ഇവിടെ നിന്ന് ഓടിച്ചു വിട്ടത്. എല്ലാത്തിനും കാരണം ഈ ശ്രുതി തന്നെയാണ്. അവളുടെ ചേച്ചിനെ പണക്കാരൻ്റെ വീട്ടിൽ കെട്ടിച്ചു വിട്ടു, അവളും അവൾ നൈസായിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. ഇതെല്ലാം ഇവളുടെ പ്ലാനിങ് തന്നെയാണ് എന്ന് പറയാണ്. അത് കേൾക്കുന്ന അമ്മക്കും അമ്മായിക്കൊക്കെ വല്ലാത്ത വിഷമം തോന്നാം കേട്ടോ. അമ്മായി പറയുന്നുണ്ട്, അതെ ഇപ്പം എനിക്കും തോന്നുന്നുണ്ട് എല്ലാം ഇവളുടെ പ്ലാനിങ് ആണെന്ന് എന്ന് പറയുമ്പോൾ ശ്രുതി ആകെ ഞെട്ടി അമ്മയുടെ മുഖത്തേക്ക് നോക്കാണ്. അമ്മ പറയുന്നുണ്ട്, രാധേ നമ്മൾ എന്തിനാ ഇവിടെ നിൽക്കണതിന്, വാ നമുക്ക് പോകാൻ നോക്കാം എന്ന് പറയണം. അശോകേട്ടാ നമുക്ക് പോവാം എന്ന് പറയുമ്പോൾ മുത്തശ്ശിയും അതുപോലെ തന്നെ അഞ്ജലിയും പറയണ്ട, അയ്യോ പോവല്ലേ, പോകല്ലേ, പിന്നീട് പോകാമെന്നൊക്കെ പറയുമ്പോൾ വേണ്ട, ഇവിടെ നിന്നാൽ ശരിയാവില്ല, ഞങ്ങൾക്കിനി ഇവളുടെ മുഖം കാണണ്ട എന്ന് പറഞ്ഞിട്ട് അമ്മ ശ്രുതിനെ അവിടെ നിന്ന് ഉപേക്ഷിച്ച് അങ്ങോട്ട് പോകുക കേട്ടോ. ശ്രുതി ഇവിടെ പിന്നാലെ പോകുന്നുണ്ട്. അമ്മേ അച്ഛ എന്നോട് ക്ഷമിക്ക് അമ്മേ, പ്ലീസ് അമ്മ എന്ന് പറയുമ്പോൾ കൈ തട്ടി മാറ്റുവാണ് നമ്മുടെ പ്രമീള. അതിനുശേഷം തിരിഞ്ഞു നിൽക്കുക കേട്ടോ. അമ്മ എടുത്ത് പറയണ്ട, അമ്മായി പ്ലീസ് അമ്മ എന്ന് പറയുമ്പോൾ, നീ ഒന്നും പറയണ്ട കൊച്ചേ, എന്നാലും നീ ഇങ്ങനത്തെ ഒരു വിധി ഞങ്ങൾക്ക് തന്നല്ലോടി, ഇങ്ങനത്തെ നാണക്കേട് ഉണ്ടാക്കാൻ തന്നെയാണല്ലോ നിൻ്റെ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മായും കുറ്റപ്പെടുത്താണ്. ശേഷം ശ്രുതി അവിടെ മുട്ടുകുത്തി ഇരിക്കുകയാണ്. അച്ഛനെങ്കിലും എന്നെ വിശ്വസിക്കുക അച്ഛ, ശ്രുതി ഇങ്ങനെ എന്തിനു തീരുമാനം എടുക്കണമെങ്കിൽ അതിന് പുറകിൽ കറക്റ്റായിട്ടുള്ള കാരണം ഉണ്ടാവുമെന്ന് അച്ഛൻ മനസ്സിലാക്കണമെന്ന് പറയുമ്പോൾ അച്ഛനും ഒന്നും മിണ്ടുന്നില്ല. അച്ഛനും മുഖം തിരിച്ച് കളയാണ്. അതിനുശേഷം അച്ഛനും അമ്മയും അമ്മായിയും കൂടി വണ്ടി കയറി അവിടെ നിന്ന് പോകുക കേട്ടോ. ശ്രുതി ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. അവരുടെ പുറകിൽ ഓടി ശ്രുതി പോകുന്നുണ്ടെങ്കിലും അവരാരും മൈൻഡ് ചെയ്യുന്നില്ല. ശ്രുതിക്ക് ഭയങ്കര വിഷമമാണ്. ഇതെന്തായാലും അശ്വിനോട് ചോദിച്ചേ പറ്റൂ എന്ന് ശ്രുതിയും വിചാരിക്കുകയാണ്. ശ്രുതി നേരെ മുകളിലേക്ക് കയറി പോവാണ്. അശ്വിൻ പുറകു തിരിഞ്ഞ് അങ്ങനെ തന്നെ നിൽക്കുക കേട്ടോ. നിങ്ങൾ പറ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു തീരുമാനം എടുത്തത്? നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ ചെയ്തത്? കണ്ടില്ലേ, എൻ്റെ അച്ഛനും അമ്മയൊക്കെ എന്നെ ഉപേക്ഷിച്ച് പോയി, എല്ലാത്തിനും കാരണം നിങ്ങളാണ്. 10-20 വർഷം മുമ്പ് എൻ്റെ അച്ഛനും അമ്മയും എന്നെ വിട്ടു പോയതാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ അച്ഛനും അമ്മയും ഇവരായിരുന്നു. ഇപ്പം അവർക്കും എന്നെ വേണ്ടാന്ന് പറയുന്നു. ഇനി ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? എല്ലാത്തിനും കാരണം നിങ്ങളാണ്. നിങ്ങൾ എന്തിനാ എന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത്? ഇപ്പോൾ ഈ വീട്ടിലെല്ലാവരും എന്നോട് ഭയങ്കര ദേഷ്യത്തിലാണ് പെരുമാറുന്നത്. മുത്തശ്ശിക്ക് പോലും എന്നെ ഇഷ്ടമല്ല. എല്ലാവരും ഇഷ്ടപ്പെട്ട എല്ലാവരും എന്നെ ഇപ്പം ഇഷ്ടപ്പെടുന്നില്ല. എല്ലാത്തിനും കാരണം നിങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കുവാണ്. ആ സമയത്ത് അശ്വൻ പറയണം, കഴിഞ്ഞോ നിൻ്റെ ആട്ടം കഴിഞ്ഞോ? എടി നീ ഇങ്ങനെയൊക്കെ ചെയ്യണതും കരയണതൊക്കെ വെറും അഭിനയമാണെന്ന് എനിക്കറിയാം. നിൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷമാണ്. നീ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടന്നല്ലോ. ഒരു പണക്കാരനെ തന്നെ നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റിയല്ലോ. നിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നില്ലേ ഏറ്റവും വലിയ പണക്കാരനെ വിവാഹം കഴിക്കണമെന്ന്? ഇപ്പോൾ നീ പണക്കാരൻ തന്നെ വിവാഹം കഴിച്ചില്ലേ? അതുകൊണ്ട് നിൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷമാണെന്ന് എനിക്കറിയാം. പുറമേ കാണിക്കണ ഈ ദേഷ്യവും വാശിയൊക്കെ നീ മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിക്കുവാണ് എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി ഞെട്ടിപ്പോവാട്ടോ. കാരണം താൻ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഈ അശ്വൻ പറയണതെന്ന് ശ്രുതിക്ക് മനസ്സിലാവാണ്. അശ്വിനും ശ്രുതിയും തമ്മിൽ ശരിക്കും എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി മനോരമ ഇവരുടെ പുറകെ തന്നെ നടക്കുക കേട്ടോ. അപ്പോൾ ഇവർ വഴക്ക് പിടിക്കുന്ന സമയത്തൊക്കെ മനോരമ ഒരു ലെൻസ് കൊണ്ടു വെച്ചിട്ട് ഇവരിങ്ങനെ സംസാരിക്കുന്നതൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. ഇവരുടെ പെരുമാറ്റം എങ്ങനെയാണെന്നൊക്കെ അറിയാനായിട്ട് ലെൻസ് വെച്ച് നോക്കട്ടുള്ളൂ, അതായത് ഒളിഞ്ഞു നോക്കട്ടം അത് തന്നെ. അങ്ങനെ നമ്മുടെ അശ്വിനും ശ്രുതി ഇങ്ങനെ വഴക്ക് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒളിഞ്ഞു നോക്കാൻ വേണ്ടി മനോരമ വരുമ്പോൾ അശ്വിൻ മനോരമേനെ കാണുന്നുണ്ട്. അശ്വിൻ ആ സമയത്ത് ശ്രുതിയായിട്ട് ഭയങ്കര റൊമാൻറ്റിക് ആവാട്ടെ. അത് ശ്രുതിനെ ഉമ്മ വെക്കുന്ന പോലെയൊക്കെ കാണിക്കുകയാണ്. അതായത് അവർ ഭയങ്കര റൊമാൻസാണ്, അവർ ഭയങ്കര സ്നേഹത്തിലാണ്, പ്രേമത്തിലാണെന്നൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് മനോരമയുടെ മുമ്പിൽ അശ്വിൻ അങ്ങനെയൊക്കെ കാണിക്കുന്നത്. മനോരമ പോയി കഴിയുമ്പോൾ വീണ്ടും ശ്രുതിനെ പഴയ പോലെ തന്നെ തള്ളിക്കളയും. അതായത് നീ പോടി, നീ അഹങ്കാരിയാണ്, നീ ഇതൊക്കെ കാണിക്കുന്ന അഭിനയമാണ് എന്ന രീതിയിൽ തള്ളിക്കളയും. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അഞ്ജലി വരുമ്പോഴും അതുപോലെ തന്നെയാണ് അശ്വിൻ കാണിക്കുന്നത്. ശ്രുതിയായിട്ട് ഭയങ്കര സ്നേഹത്തിലാണ് ജീവിക്കണതെന്നൊക്കെ കാണിക്കും. ആരും ഇല്ലാത്ത സമയത്ത് ശ്രുതിനെ വല്ലാതെ കുറ്റപ്പെടുത്തുകയും ചെയ്യും.
അങ്ങനെ ഇവർ ഒരു ദിവസമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിയാണെങ്കിൽ അശ്വിൻ്റെ ഷർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അശ്വിനാണെങ്കിൽ പൊട്ടിത്തെറിക്കുകയാണ്. നീ എന്തിനാ എൻ്റെ ഡ്രസ്സ് എടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പൊട്ടിത്തെറിക്കുന്നുണ്ട്. കറക്റ്റായിട്ട് ആ സമയത്ത് മനോരമ വരുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അശ്വിൻ ശ്രുതിനെ ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ പിടിക്കുക കേട്ടോ. മനോരമ പക്ഷേ ഇവർക്കൊരു നാണമില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോഴൊന്നും ശ്രുതിക്ക് മനസ്സിലാവുന്നില്ല മനോരമേനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ. ശ്രുതി വിചാരിക്കും അശ്വിൻ്റെ സ്വഭാവം അങ്ങനെയാണെന്ന്. ചില സമയത്ത് ഭയങ്കര ഇഷ്ടമായിരിക്കും, ചില സമയത്ത് ഭയങ്കര ദേഷ്യമായിരിക്കും. അങ്ങനെയാണ് അശ്വിൻ്റെ സ്വഭാവമാണെന്ന് ശ്രുതി മനസ്സിലാക്കുന്നത്. അങ്ങനെ പതുക്കെ പതുക്കെ ആ വീട്ടിലെല്ലാവർക്കും ശ്രുതിയെടുത്തുള്ള പിണക്കം പതുക്കെ പതുക്കെ കുറഞ്ഞു വരുവാട്ടോ. മനോരമ കൊഴിച്ചിട്ട് ബാക്കി എല്ലാവരും പതുക്കെ പതുക്കെ ശ്രുതിയെടുത്ത് സംസാരിച്ചു തുടങ്ങുന്നുണ്ട്. ശ്രുതിനെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നത് ശ്രുതിനെ സംസാരിച്ചും ശ്രുതിനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അശ്വിൻ മാത്രമാണ് അങ്ങനെയൊന്നും ആവാത്തത്. പിന്നീടാണെങ്കിൽ അവിടെ മുത്തശ്ശി പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു, ഇനി ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചടങ്ങുകളല്ല, ചടങ്ങിൻ്റെ ഭാഗങ്ങളിൽ തന്നെ പോകണം. നീയും ശ്രുതിയും കൂടി 4 ദിവസം കഴിയുമ്പോഴേക്കും ശ്രുതിയുടെ വീട്ടിൽ പോയിട്ട് നിൽക്കണം. നിങ്ങൾ മാത്രമല്ല ആകാശും പ്രീതി, നിങ്ങൾ ഒരുമിച്ച് വേണം പോകാനായിട്ട്. അവിടെ പോയി നിൽക്കുകയൊക്കെ വേണം എന്ന് പറയാണ്. അപ്പോൾ ആകാശും പ്രീതി പോയിക്കോട്ടെ, അതിനുശേഷം ഞങ്ങൾ പോയിക്കോളാം എന്ന് അശ്വിൻ പറയാണ്. എന്നാൽ അങ്ങനെ മതി എന്ന് അഞ്ജലി വിചാരിക്കേണ്ട. കാരണം ഒരുമിച്ച് പോയി നിൽക്കുമ്പോൾ ഒരു ചെറിയൊരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് മടി ഉള്ളതുകൊണ്ട് ആദ്യം ആകാശം പ്രീതി പോയി നിൽക്കട്ടെ, അതിനുശേഷം അശ്വിനും ശ്രുതിയും പോയി നിൽക്കട്ടെ എന്ന് വിചാരിക്കുകയാണ്. അവർ ഒരുമിച്ച് പോയി നിൽക്കുമ്പോഴൊക്കെ നല്ല രസമായിട്ട് ആ ഭാഗങ്ങളൊക്കെ കാണാനായിട്ട്. അപ്പോഴേക്കും ശ്രുതി എടുത്ത് പതുക്കെ പതുക്കെ അശ്വിന് ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ടാവും. ആ ഒരു തെറ്റിദ്ധാരണ പതുക്കെ പതുക്കെ മാറുന്ന സമയം കേട്ടോ അതൊക്കെ. അപ്പോൾ അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ശ്യാമാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ശ്രുതി ഇങ്ങനെ ഒളിഞ്ഞും പാത്തൊക്കെ നോക്കുന്നുണ്ട്. ശ്യാം ഇങ്ങനെ നോക്കുന്നത് ശ്രുതി കാണുന്നില്ലെങ്കിൽ പോലും അശ്വിൻ കാണുന്നുണ്ട് കേട്ടോ. അശ്വിൻ കണ്ടിട്ട് ശ്യാമിനെ വഴക്കൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് നാണോ ഇല്ല എൻ്റെ ഭാര്യനെ നോക്കാനായിട്ട്, ഇനി നിങ്ങളൊക്കെ എൻ്റെ ഭാര്യനെ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യും കാലം തല്ലി ഓടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമിനെ അവിടെ നാട്ടി ഓടിക്കുകയാണ്. ശ്യാമാകെ ഒരു ബൊമ്മനെ പോലെയായിട്ട് ഇനിയുള്ള എപ്പിസോഡ്സിൽ, അതായത് ഒന്നും പറയാനും പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല, ആകെ ദേഷ്യവും ഒക്കെയാണ്. ദേഷ്യമൊക്കെ അഞ്ജലിയുടെ അടുത്ത് കാണിക്കുന്നുമുണ്ട്. അപ്പോൾ അഞ്ജലി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അതിനായിട്ട് ഇങ്ങനെ ദേഷ്യം കാണിക്കണത് ആദ്യമായിട്ടാണല്ലോ ശ്യാമേട്ടാ, നിങ്ങൾ എന്നോടൊരു ഇഷ്ടക്കുറവൊക്കെ കാണിക്കണത് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്യാം ഒന്നും മിണ്ടുന്നില്ല. കാരണം ശ്യാമിന് എന്തായാലും ശ്രുതിനെ നഷ്ടപ്പെട്ടല്ലോ. ആ ഒരു ദേഷ്യം അഞ്ജലിയുടെ അടുത്ത് പതുക്കെ പതുക്കെ കാണിച്ചു തുടങ്ങുകയാണ്. മുത്തശ്ശിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ശ്രുതിനെ അശ്വിൻ കല്യാണം കഴിച്ചല്ലോ, അവരിങ്ങോട്ട് വന്നല്ലോ, താൻ ആഗ്രഹിച്ചപ്പോൾ തന്നെ ശ്രുതിനെ തൻ്റെ മരുമകളായിട്ട് കിട്ടുകയും ചെയ്ത്, കൂടെ പ്രീതിനെ പോലത്തെ നല്ലൊരു പെൺകുട്ടീനെ കിട്ടുകയും ചെയ്ത്, എന്താണ് തൻ്റെ കൊച്ചുമക്കൾക്കല്ല നല്ലൊരു ഭാര്യയാണ് കിട്ടിയെന്നുള്ള സമാധാനത്തിലാണ് മുത്തശ്ശി. അത് മുത്തശ്ശി അഞ്ജലിയുടെ അടുത്ത് പറയുകയും ചെയ്യും കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് വല്ലാത്തൊരു സന്തോഷവും സമാധാനം തോന്നുന്നുണ്ട് അഞ്ജലി. കാരണം വെച്ചാൽ കുഞ്ഞിനെ പറ്റിയ പെണ്ണ് തന്നെയാണ് ശ്രുതി. ശ്രുതി അല്ലാണ്ട് വേറൊരു പെണ്ണും കുഞ്ഞിൻ്റെ ജീവിതത്തിൽ അങ്ങനെ കുഞ്ഞിൻ്റെ ജീവിതത്തെ സ്വാധീനിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ വന്ന ലാവണ്യ പോലും കണ്ടില്ല, ഒരു സമയമാകുമ്പോഴേക്കും ശ്രുതിയുടെ അശ്വിൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. പക്ഷേ ശ്രുതി അങ്ങനെയല്ല. അശ്വിൻ ഒരിക്കലും ശ്രുതിനെ ആർക്കും വിട്ടുകൊടുക്കില്ല. ശ്രുതിനെ എപ്പോഴും ചേർത്ത് പിടിക്കും. ശ്രുതിക്കും അങ്ങനെ തന്നെയാണ്. രണ്ടുപേരും ചേരേണ്ടവർ തന്നെയാണ്. അത് ഈ രീതിയിൽ ചേർന്നത് മാത്രമേ ഉള്ളൂ. അതിൽ നമ്മളൊന്നും വിചാരിക്കേണ്ട, ഈശ്വര നിശ്ചയം അങ്ങനെയായിരുന്നു, അതുകൊണ്ട് അവർ ആ രീതിയിൽ ചേർന്നു എന്നൊക്കെ പറയാം കേട്ടോ. എന്തായാലും നല്ല നല്ല അടിപൊളി ഭാഗങ്ങൾ തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡ് ഡിലേ ആണ് കേട്ടോ. ചിലപ്പോൾ ഇവിടെ കല്യാണം കഴിഞ്ഞ എപ്പിസോഡായിട്ടായിരിക്കും ഡിലേ. ഓൾമോസ്റ്റ് എല്ലാ സീരിയലും ഇന്ന് ഡിലേ ആണ്. ഇതിപ്പോൾ പ്രൊമോ റിവ്യൂ അതുപോലെ തന്നെ ഇതിൻ്റെ ഒറിജിനലായിട്ടുള്ള ഹിന്ദിയുടെ റിവ്യൂ ഒക്കെ വെച്ചിട്ടാണ് ഈ റിവ്യൂ ഇപ്പോൾ പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.